യെസ് മക്കളെ ഹായ്. ഓക്കെ, എല്ലാവരും നിവർന്നിരിക്കുക. ഒന്ന് മുങ്ങി അല്ലേ? ലാസ്റ്റ് വീക്സ് നിങ്ങൾക്ക് ഹിന്ദി ഉണ്ടായ പിള്ളേരെ ഉണ്ടായ ഇല്ല? ഞാൻ വളരെ ഒരു അല്ലേ സാറേ ഒരു തീർത്ഥാടനത്തിലായിരുന്നു. അതെ, ഓക്കെ. അപ്പോൾ മക്കളെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? കൃഷ്ണേന്ദുവേ ഓർമ്മയുണ്ടോ? കൃഷ്ണേന്ദുവിന് ഓർമ്മയുണ്ട്. കൃഷ്ണേന്ദു ഗുഡ് ഈവനിങ്. യെസ്, ഏത് ചാപ്റ്റർ മക്കൾ എടുത്തോണ്ടിരുന്നേ? അടിച്ച് യെസ്. ഓക്കെ, സോ മക്കളെ all of you listen. A classroom is classroom അല്ലേ? A classroom is classroom. It's not any other. അവിടെ ഞാൻ ഇനിയിപ്പോൾ എടുത്ത് പറയുന്നില്ല. പേൻ കൊല്ലാനൊക്കെയുള്ള സമയമാണെങ്കിൽ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് പേൻ കൊല്ലാൻ നോക്കുക അല്ലേ? ആർക്കെങ്കിലും പേൻ കൊല്ലാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ഇന്നത്തെ ലീവ് പറഞ്ഞിട്ട് പോയി പേൻ കൊല്ലാനുള്ള പരിപാടിയൊക്കെ നോക്കുക. ഇനി എല്ലാം എത്തി നോക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ എത്തി നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. സോ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് കൃഷ്ണേന്ദു പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? പ്രേമിക സിവ കുഷ്പി നെഹി. ഏഞ്ചലിൻ മരിയ എന്നതായിരുന്നടാ അതിൽ? ഏഞ്ചലിൻ മുങ്ങുക എന്നതായിരുന്നു അതിൽ? ഗുഡ് ഈവനിങ് ഡിയർ എന്നതായിരുന്നു ആ ചാപ്റ്ററിൽ? കേൾക്കട്ടെ, ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ? എന്നാടാ? ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേരും പ്രസന്റും ആയിരുന്നു. ഇനി എന്നാ പറയാനുള്ളേ? ചെക്ക് വെച്ചു സാർ. എന്തോ ഇബ്രാഹിം എന്തായിരുന്നു ബാക്കി മൊത്തം ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ ഞങ്ങളുടെ ബാഗിൽ എന്തോ തപ്പുണ്ടായി. വേറായിരുന്നു. എന്നാലും കെവിനെ വിളിച്ചോ, നമുക്ക് കെവിനെ വിളിക്കാം. കെവിൻ മേളിൽ ഏറ്റവും മേളിലുണ്ടാകും കെവിൻ. മോനെ കെവിനെ ഗുഡ് ഈവനിങ് ഡിയർ. എന്നിട്ടാണ് നമ്മളെ പ്രേമിക സിവ കുഷ്പി നെഹി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതെന്തിനായിരുന്നു അത്? എന്തൊട്ട് തേങ്ങയാണാവോ? എല്ലാവരും നോക്കും. കൃപ കൃതിക അല്ലേ സാറേ? അവരറിയാം, നല്ല പല പിള്ളേര്, നല്ല പഠിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള പിള്ളേര്. ബോധം ഉണ്ടോന്നറിയില്ല, ഉത്തരവാദിത്തം തോന്നുന്നു. ഹായ്ഡാ, ഗുഡ് ഈവനിങ്. ചുറ്റുപാട് മിണ്ടരുന്ന് പറയും. ഇങ്ങനെ കാണിക്കും, മിണ്ടരുത് കേട്ടാ. സെറ്റല്ലേ? പറഞ്ഞോ. ഏതാ ചാപ്റ്റർ ഓർമ്മണ്ടാ? ആരെ വിളിക്കാം സാറേ? ആരെങ്കിലുമൊക്കെ അറിയാമോ? ആരാണ് സാറേ? കാർത്തികേ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഡിയർ. മോനെ പറടാ. മറ്റേ ഒരു ചേച്ചി ഉണ്ട്, ദേഹിക. ഒരു ചേച്ചി. പുള്ളിക്കാരത്തെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും മറ്റേ പൈസ കൊടുക്കാൻ നേരത്ത് 20 രൂപ കുറവായിരുന്നു. അപ്പോഴത്തേക്കും 20 രൂപയ്ക്ക് വേണ്ടി മറ്റേ ആ ചേച്ചി കുറെ നേരം കിടന്ന് തപ്പി. അപ്പം ഒരാള് ആ ചേച്ചിക്ക് 20 രൂപ കൊടുത്തു. പിന്നെ അങ്ങനെ അതിനു മുമ്പ് വേറെ ആരോ കൊടുത്ത കഥ ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഒരു ചേട്ടൻ ഫോണിൽ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ ചെറിയ കഥയൊന്നും മാറിപ്പോയി അല്ലേ? ചേച്ചിക്ക് മുമ്പ് ചേട്ടനായിരുന്നു കാശാവശ്യം. ചേട്ടൻ ഫോണിൽ വിളിച്ച് കാശിന്റെ കാര്യം ചോദിച്ചു. ചേച്ചി 20 രൂപ ചേട്ടന് കൊടുത്തു. അത് തന്നെ അടിച്ചേ. അപ്പൊ നോക്കിയാ മക്കളെ. സോ നമ്മള് എടുത്തിരുന്ന് നിർത്തിയത് സാർ എന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മള് പറഞ്ഞ എവിടം വരെയായിരുന്നു നോക്കിയേ? കർവാനീതി ഇവിടം വരെയായിരുന്നു. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി അല്ലേ? അത് കഴിഞ്ഞ് അവരുടെ അപ്പോൾ
ആ 20 രൂപയൊക്കെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് എന്താണ് ഈ റിപ്പോർട്ട് മേടിക്കാനായിട്ട് ഇവരുടെ ചെറിയ സഹോദരി, ഇളയ സഹോദരി എന്ത് ചെയ്തു? ചോട്ടി ബഹൻ കോ ജാനാ പട, മേരി ബഹൻ ने नन्ही बच्ची को गोद में ले रखा था, रिपोर्ट लेने के बाद उसे फोटो करवानी थी. അല്ലേ? അപ്പൊ നോക്കിയേ, മേരി ബഹൻ ने नन्ही बच्ची को गोद में ले रखा था. അതായത് എൻ്റെ സഹോദരി എന്ത് ചെയ്യായിരുന്നു? കുട്ടിയെ മടിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ്? റിപ്പോർട്ട് ലേനേക്ക് ബാധ, റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണമായിരുന്നു? ഫോട്ടോ കോപ്പി കർവാനീതി, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. അവിടെ വരെയാണ് നമ്മൾ എടുത്തു കിട്ടിയത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയോ മക്കളെ, വഹ് പൈസേ ഢൂണ്ടിനെ ലഗി, എഴുതിക്കോ. ദേ സ്റ്റാർട്ട് സെർച്ചിങ് മണി. അതായത് പൈസ ഢൂണ്ടന എന്ന് പറഞ്ഞാൽ പൈസ അന്വേഷിക്കാൻ, ലഗി എന്ന് പറഞ്ഞാൽ തുടങ്ങി. ദേ സ്റ്റാർട്ട് സെർച്ചിങ് മണി. ജേബ് മേം പൈസേ നഹീ ദേ. മക്കളെ എന്താ ജേബ് എന്നറിയാമോ? ജേബ് ബാത്തി കമ്മിങ്ക അല്ലേ? എന്തായിരുന്നു ജേബ്? ആരോട് ചോദിക്കും സാറേ? ഹർഷ. ഹർഷ എന്താണ് ചേമ്പ് അല്ല ജേബ്? ആ ജേബ് എന്നാ പറഞ്ഞു. എന്താണ് മക്കളെ ജേബ്? ആ കാസ്, കാസ്, പണം, ദുട്ട്, മണി, മണി. ഓർക്കില്ലേ പാട്ട്? മറന്നുപോയാ? ആ അപ്പൊ എന്താണ് ജേബ് എന്ന് പറഞ്ഞ പോക്കറ്റ്. ജേബ് മേം പൈസ നഹി എന്ന് പറഞ്ഞ എന്താ? പൈസ നഹി നഹി ഹെ. അതായത് there is no money in the purse or pocket. ആ ചേച്ചിയെ നമുക്ക് പോക്കറ്റിന് പകരം വേണമെങ്കിൽ പേഴ്സ് എന്നുള്ള കണക്കൂട്ടൽ വേണമെങ്കിൽ പറയാം. ജേബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പോക്കറ്റ് എന്നാണ്. ഹിയർ യു ക്യാൻ കൺസിഡർ ലൈക്ക് എ പേഴ്സ്. എടാ അത് നോക്കിയേ, പേഴ്സിൽ പൈസ ഉണ്ടായിരുന്നില്ല. ऊपर अस्पताल के 14 तल्ले में ही छूट गए थे. എന്താണ് അവിടെ എന്തായിരുന്നു കാരണം നോക്കിയേ. അപ്പൊ നോക്കിയേ, അതായത് മീനിങ് ഇത്രയേ ഉള്ളൂ. എന്താണ്? അപ്പോ അവിടെ നിന്നിട്ട് എവിടെയാ നോക്കിയേ? 4ാമത്തെ നിലയിലാണ്. ഉണ്ടോ? അവിടെ നോക്കിയേ, अस्पताल के 14 तल्ले में है छूट गए थे, उसके दुकानदार से कहा कि कुछ देर में पैसे लाकर दे देगी. എന്തായിരുന്നു നോക്കിയേ? അവർക്ക് ആ ഫോട്ടോ കോപ്പി അത്യാവശ്യമായിരുന്നു അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ആശുപത്രിയുടെ 4ാം നിലയിലാണ് ആ പേഴ്സ് വെച്ചിരുന്നത് അല്ലേ? അവിടെ പറയുന്നുണ്ട് നോക്കിയാൽ മക്കളെ. അതായത് അവിടെ പറയുന്ന നോക്കിയാൽ മക്കളെ, അവിടെ പറയുക റിപ്പോർട്ടിലേക്ക് പൈസ ഇപ്പൊ എന്താണ്? ഉപ്പർ ആസ്പത്താൽക്ക് എന്താണ്? 14 തല്ലേ മേ ഹി ചൂട് ഗയേ, മറന്നു വെച്ചു. എന്ത് ചെയ്തു? ആ പേഴ്സ് അവിടെ മറന്നു വെച്ചു. പോക്കറ്റ് എന്തായാലും അവിടെ മറന്നു വെച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ആ പേഴ്സ് അവിടെ മറന്നു വെച്ചിരിക്കുകയായിരുന്നു. ആ 4ാമത്തെ നിലയിൽ അവിടെ മറന്നു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നോക്കിയേ, ഉസ്നെ ദുകാൻദാർ സേ കഹ, എഴുതിക്കോ. അവൾ, ഷീ said to the shopkeeper. മോളെ ഏഞ്ചലിൻ മരിയ അവിടെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തോന്നേ. ഏഞ്ചലിനെ എന്തുട്ട മോനെ ഇതിലും മാത്രം തമാശ. ഇവിടെ ശ്രദ്ധിക്കേ, തലയും കുത്തി നിർത്തൂട്ടോ നീ. ആ എഴുതിക്കാം. അപ്പൊ നോക്കിയാ മക്കളെ, അപ്പൊ എന്ത് പറഞ്ഞു? ഉസ്നെ ദുകാൻദാർ സേ കഹാ കി. സോ എന്ത് പറഞ്ഞു? അയാൾ ആരോട് പറഞ്ഞു? ആ ഇവര് ദുകാൻദാർ സേ, മക്കളെ ഷോപ്പ് കീപ്പർ എഴുതിക്കോ. ദുകാൻദാർ, ഷോപ്പ് കീപ്പർ. ഷീ സെഡ് ടു ദ ഷോപ്പ് കീപ്പർ. എന്തായിരുന്നു? കഹാക്കി, ഷീ സെഡ് എന്നാണ് കേട്ടോ, പറഞ്ഞു കേട്ടോ. ഷീ സെഡ് ടു ദ ഷോപ്പ് കീപ്പർ. എന്തായിരുന്നു? കുച്ച് ദേർ മെയിം, ആഫ്റ്റർ സം ടൈം അല്ലേ? കുച്ച് ദേർ മെയിം, after some time, कुछ देर after some time, पैसे लाकर, carry the money, I will give you money later എന്നാണ് അതിനർത്ഥം കേട്ടോ. I will give you money later. ഒന്നും കൂടി ശ്രദ്ധിച്ചേ. She was forgot to take the purse. The purse is in the 4th floor. 4ാം നിലയില് പേഴ്സ് മറഞ്ഞു വെച്ചു. ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് ജപ എന്ന് പറഞ്ഞത് താഴെ വന്നു. ഓക്കെ ആണല്ലോ? മുകളിൽ നിന്നിടത്ത് ചാടി താഴെ വന്നു കഴിഞ്ഞപ്പോ തപ്പിപ്പോഴാണ് മനസ്സിലായത്. എന്ത് മനസ്സിലായത്? പേഴ്സ് എവിടെയാ? അന്ത 4th, 4 നിലക്ക് മേലെ. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അടുത്ത ദിവസം തരാം, കുറച്ച് കഴിയുമ്പോൾ തരാം, ഒരു ഫോട്ടോ കോപ്പി തരുമോ? ചേട്ടൻ കൊടുക്കുവോ? പിള്ളേരെ ചേട്ടൻ കൊടുക്കുവോ? കൊടുക്കില്ല. എന്താ കാരണം? നിനക്ക് ഇഷ്ടം പോലെ ആളുകൾ ആശുപത്രിയിൽ വരുന്നുണ്ട് അല്ലേ?
പലർക്കും കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ചേട്ടന് വൈകുന്നേരം ആകുമ്പോൾ കാശുണ്ടാവില്ല അല്ലേ? ചേട്ടന് വൈകുന്നേരം ആകുമ്പോൾ കാശുണ്ടാവില്ല, അതിൽ തിരിച്ചു തന്നില്ലെങ്കിലോ എന്നുള്ള വിശ്വാസക്കുറവുള്ളത് കൊണ്ട്. നോക്കിയാ മക്കളെ, അപ്പൊ അവരെന്താ പറയുന്നത് നോക്കിയേ, ഉസ്നെ ദുക്കാൻദാർ സേ കഹാ, അവൻ അല്ലെങ്കിൽ അവര് ദുക്കാൻദാർ സേ കടക്കാരനോട് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറോട് കഹാ കി പറഞ്ഞു. എന്താണ്? വഹ് കുച്ച് ദേർ മേ, ആഫ്റ്റർ സം ടൈം, കുറച്ചു നേരത്തിനുള്ളിൽ, പൈസയിലാക്കർ ഐ വിൽ ക്യാരി ദ മണി, ഐ വിൽ ബ്രിങ് ദ മണി എന്ന് എഴുതിക്കോ. പൈസ കൊണ്ട് തരാം, ദേഗി തരാം. ഐ വിൽ ഗിവ് യു മണി ലേറ്റർ, ഐ വിൽ ഗിവ് യു മണി ലേറ്റർ. ഓക്കെ ആണെങ്കിൽ ടാറ്റ, ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണല്ലോ? കുറച്ച് സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാം? അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പൈസ കൊണ്ട് തരാം, എൻ്റെ പൈസ ഞാൻ അവിടെ മറന്നു വെച്ചു. അപ്പോൾ ചേട്ടൻ എന്ത് വിചാരിച്ചു? ഇതുപോലത്തെ പല ഉഡായിപ്പുകളും അല്ലേ, പല ഡയലോഗും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? പൈസ ഉണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ്, ഇല്ലെങ്കിൽ ടാറ്റ ബായ് അല്ലേ? ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ബായ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് നോ ഫോട്ടോസ്റ്റാറ്റ് വിത്തൗട്ട് മണി. പൈസ ഇല്ലാതെ തരില്ല, അല്ലെങ്കിൽ പിന്നെ പരിചയം ഉണ്ടാവണം. പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല അല്ലേ മാനുവലേ? മാനുവലേ നമുക്ക് വല്ല പരിചയം ഉണ്ടോ? ഇല്ല, നമുക്ക് പരിചയമൊന്നുമില്ല. ഇല്ല. അത് നോക്കിയാ മക്കളെ, അപ്പോ ഇനി പറയാണ്, പർ ദുക്കാൻദാർ അനാകാനി കർത്താ ദിഖാല. അതിന് മുമ്പുണ്ടല്ലോ എന്തായിരുന്നു? ഉസേ ഫോട്ടോ കോപ്പി ചാഹിയേ ജറൂരി ഹേ. എഴുതിക്കോ, ഷീ നീഡ് ദ ഫോട്ടോസ്റ്റാറ്റ്, ഇറ്റ്സ് വെരി നെസസറി. എഴുതിക്കോ മക്കളെ, ജറൂരി, നെസസറി, വളരെ അത്യാവശ്യം. എഴുതിക്കേ. അപ്പോൾ അവർക്ക് ഉസേ, അവർക്ക് ഫോട്ടോ കോപ്പി ചാഹി, ഷീ നീഡ് ദ ഫോട്ടോ കോപ്പി. എഴുതിക്കോ, ഷീ നീഡ് ദ ഫോട്ടോ കോപ്പി. അതായത് അവർക്ക് ആ ഫോട്ടോ കോപ്പി വളരെ ആവശ്യമായിരുന്നു. മക്കൾ നോക്കിയാടാ, വളരെ അത്യാവശ്യമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. വളരെ അത്യാവശ്യമായിട്ട് ഓടിപ്പിടിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ എടുക്കാൻ മറന്നുപോയി, ഫോൺ എടുക്കാതെ വീട് പൂട്ടി, ഫോൺ എടുക്കാതെ വീട് പൂട്ടി. ഒന്ന് ആലോചിച്ചോ, വീട് പൂട്ടിയിട്ട് വീടിൻ്റെ താക്കോൽ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അപ്പുറത്തെ വീട് വരെ പോയിക്കായിരുന്നു. അർജൻറ്റായിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഇനി ആ ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് താക്കോൽ മേടിച്ച് വീട്ടിൽ പോയി താക്കോലിട്ട് തുറന്ന് മൊബൈൽ എടുത്തുകൊണ്ട് പോകണം. സോ വാട്ട് ഈസ് എ പ്രൊസീജിയർ എന്ന് പറയുന്നത് പോലെ ഷീ നീഡ് എ ഫോട്ടോസ്റ്റാറ്റ് ഇമ്മീഡിയറ്റ്ലി. സോ ഷീ സെഡ് ദാറ്റ് ഐ വിൽ ഗിവ് യു മണി, ഐ വിൽ ഗിവ് യു മണി. അതാണ് ഇങ്ങനെ ക്യൂ ഉണ്ടാവുകയെ, ഇങ്ങനെ ക്യൂ ഉണ്ടാവും. വീണ്ടും മോളിൽ പോയി പൈസ എടുത്തിട്ട് വന്നിട്ട് വീണ്ടും നിൽക്കുമ്പോൾ പിന്നെ ആ ക്യൂ അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ അത് എന്തുകൊണ്ട് അവരെന്ത് പറഞ്ഞു? എനിക്ക് എന്താണ്, ഫോട്ടോ കോപ്പി വളരെ അത്യാവശ്യമാണ്. പക്ഷെ നോക്കിയ മക്കളെ, പർ ദുക്കാൻദാർ അനാകാനി കർത്താ ദിഖ. എന്താ വളരെ അനാകാനി? എന്താന്ന് പറയാമോ? അനാകാനി എന്താണ്? അനാകാനി ഇമ്മാനുവലേ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മോനെ. പറയടാ, എന്താണ് മക്കളെ അനാകാനി? ഈ അനാക്കോണ്ടയായിട്ട് വല്ല ബന്ധമുണ്ടോ? ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ, പക്ഷെ പറയാം. പറഞ്ഞോ. കേൾക്കാത്ത ഭാവം. കേൾക്കാത്ത ഭാവം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ വല്ലതും ഉണ്ടോ നോക്കിയേ അനാക്കാനിയുടെ മീനിങ്. എങ്ങനെ ഉണ്ടെങ്കിലോ അല്ലേ? എന്താ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ എന്താണ് അനാക്കാനി എന്ന് പറഞ്ഞാൽ? അൻദേഖ, ശ്രദ്ധിക്കാതിരുന്നു അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തില്ല? വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല. കാരണം അവർക്കറിയാം. ബിക്കോസ് നോക്കിയേ മക്കളെ, അപ്പൊ നോക്കിയേ, കാരണം പക്ഷെ കടയുടമ എന്താന്ന് വെച്ചാൽ, കടയുടമയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, കടയുടമയ്ക്ക് എന്തായിരുന്നു? അനാക്കാനി എന്ന് പറഞ്ഞാൽ മടിച്ചു നിൽക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതായത് അനാക്കാനി, ദാറ്റ് മീൻസ് ഷീ ഡസൻറ്റ് ഗീവ് ബിക്കോസ് പ്ലെന്റി ഓഫ് അല്ലെ, എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട് അത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം മടിച്ചു നിന്നു. സോറി, തരാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. നോക്കിയോ മക്കളെ, തബി പാസ് ഖഡേ ഏക് ലഡ്കേ നെ ഉസ്കി ഫോട്ടോകോപ്പി കെ ഭി പൈസേ ജമാ കർ ദിയേ. എന്താണ്? അപ്പോഴാണ് എന്ത് ചെയ്തത്? അടുത്ത് നിന്നൊരു ആൺകുട്ടി, എഴുതിക്കോ മക്കളെ, തഭി എഴുതിക്കോ, ദെൻ അല്ലെങ്കിൽ അപ്പോൾ, പാസ് ഖഡേ ഏക് ലഡ്കേ നെ, അടുത്ത് നിന്ന ഒരു ആൺകുട്ടി, എ ബോയ് എന്ന് എഴുതിയാൽ മതി കേട്ടോ, എ ബോയ്, ലഡ്കേ ബോയ്, ഉൻകി ഫോട്ടോ കോപ്പി കെ, അവരുടെ ഫോട്ടോ കോപ്പിക്കുള്ള, ഹർ ഫോട്ടോ കോപ്പിക്കുള്ള പൈസേ, പൈസ, മണി, ജമാക്കർ ദിയേ, കൊടുത്തു. ജമാന കൊടുക്കുക അല്ലെ, ജമാ പർച്ചിക്ക് പേ ചെയ്യുക. അവർ കൊടുത്തു. എന്നാ ചേച്ചിയെ പിടിച്ചോളോ പൈസ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു.
നന്മയുള്ള അല്ലേ, ഒരു നന്മയുള്ള മറ്റേ പാട്ട് പാടണം അല്ലേ, അങ്ങനത്തെ ഒരു ഇതല്ലേ നന്മയുള്ള അല്ലേ. അപ്പൊ അതുപോലെ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു നന്മമരമായതുകൊണ്ട് ആ പയ്യൻ എന്ത് ചെയ്തു, ഒരു 20 രൂപ കൂടെ കൊടുത്തു. 20 ആണോന്നൊന്നും ഉറപ്പില്ല, ഒരു കാശ് എത്രയാണോ ആ പൈസ കൊടുത്തു. ബഹനെ പലട്കർ കുച്ച് കഹത്തി, എന്താണ് ആ ബഹൻ ഇദ്ദേഹത്തിന്റെ സഹോദരി എന്താണ് മക്കളെ പലട്കർ. എന്താ പലട്കർ അറിയാമോ? പലട്കർ എന്താണ്? ഇതാണ് പലട്കർ. എന്താ പലട്കർ? എന്താ പലട്കർ? തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കി, ടേൺ അറൗണ്ട് എന്ന് എഴുതിക്കോ മക്കളെ, ടേൺ അറൗണ്ട്, തിരിഞ്ഞു നോക്കുക. അതായത് സഹോദരി അതിന്റെ നോക്കിയേ, ബഹനുസേ പലട്കർ, അതായത് അവരുടെ സഹോദരി തിരിഞ്ഞുകൊണ്ട് കുച്ച് കഹത്തി, എന്തോ പറയാനായിട്ട് ശ്രമിച്ചു. പക്ഷെയോ ലേക്കിൻ പഷ്കേ എഴുതിക്കോ മക്കളെ, ബട്ട് പക്ഷേ. എനിക്കറിയാം പക്ഷേ എന്ന്, എന്നാലും എനിക്ക് കറക്റ്റായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ പഷ്കേ എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ബട്ട് വഹ് ബീഡ് മേം എഴുതിക്കോ മക്കളെ, അവൻ ആ തിരക്കിലേക്ക്, ആ റഷിലേക്ക്. ലിസൺ എവരിബഡി, വി ഹാവ് ടു ഫിനിഷ് ദിസ് ചാപ്റ്റർ, ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ലൈക്ക് ദിസ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക, എഴുതുക. അവൻ എന്ത് ചെയ്തു, അവൻ ആ തിരക്കിലേക്ക് ഗായബ് ഹോ ചുക്കാത, എന്ത് ചെയ്തു, ഇൻവിസിബിൾ ആയി. എന്താ തിരക്കിലേക്ക് ഇൻവിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ, ഞാനേ കണ്ടുള്ളൂ, മറ്റേ നന്ദന സിനിമ ഉണ്ട് മക്കളെ, ഞാനേ കണ്ടുള്ളൂ, ആ ബാലാമണി പറഞ്ഞതുപോലത്തെയാണോ? അതായിരിക്കുമോ? ബാലാമണി പറഞ്ഞാൽ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അരുണേട്ടാ അല്ലെ, അരുണേട്ടനായിരുന്നോ? ഏതോ ഏട്ടൻ, ചേട്ടനാണെന്ന് തോന്നി, ഏതോ ഒരു ചേട്ടൻ. അരുണേട്ടൻ ഇവിടെ ഇരിക്കുന്ന ചേട്ടനാണല്ലോ അല്ലേ, അത് ഞാൻ മറന്നു പോട്ടെ. അപ്പൊ എന്താണ്, ഏതോ ഒരു ചേട്ടൻ. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ അങ്ങനെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പറയുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു, ഹി ഈസ് ഇൻവിസിബിൾ ഇൻ ദ ക്രൗഡ്, ആ ക്രൗഡിലേക്ക് ഇൻവിസിബിൾ ആയപ്പോൾ ഈ അപ്രത്യക്ഷനായി. ഓക്കെ ആണെങ്കിൽ ടാറ്റ, ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ഓക്കെ, ഒന്ന് വിറപ്പിച്ച പിള്ളേരെ, എന്നതാ ഇങ്ങനെ ഇരിക്കണേ. എന്നാ ഞാൻ പോവുക, ടാറ്റ. ഞാൻ വഴക്കണം കേട്ടോ. യെസ്, നോക്കി പിള്ളേരെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, പൈസ കൊടുത്തു, തിരിഞ്ഞു നോക്കി, അയാൾ പെട്ടെന്ന് തന്നെ പോയി. അയാൾ യഥാർത്ഥ ഒരു നന്മമരായിരുന്നു തോന്നുന്നു അല്ലേ. ഈ പ്രശസ്തിയും പേരൊന്നും ആഗ്രഹിക്കാത്ത എന്നെ പോലെയുള്ള അല്ലേ, എന്നെ പോലെയുള്ള ഈ ഏതോ ഒരു നല്ല ഒരാളായിരുന്നു തോന്നുന്നു. എനിക്കാണെങ്കിൽ എന്നെ സ്വയം പൊക്കി പറഞ്ഞത് ഇഷ്ടമല്ല കേട്ടോ പിള്ളേരെ. എന്താണെന്നറിയില്ല, പണ്ട് മുതലേ എനിക്ക് എന്നെ പൊക്കി പറഞ്ഞ ഇഷ്ടമല്ല. ശരിയല്ലേ പിള്ളേരെ, ശരിയല്ലേ? ഞാൻ എന്നെ പൊക്കി പറയാറേ ഇല്ല, പക്ഷെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നോക്കിയോ, അപ്പൊ ഒന്ന് ഉയർത്തി കൊടുക്കാം. നോക്കിയോ മക്കളെ, മേം ശ്യാം ആസ്പത്താൽ കെ ബാഹർ ചായ് പീനെ നിക്കൽ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ആസ്പത്താൽ കെ ബാഹർ, ആശുപത്രിയുടെ പുറത്ത് എഴുതിക്കോ, ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ, ആസ്പത്താൽ കെ ബാഹർ ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ചായ് പീനെ നിക്കലി. എന്തിനു പോയി, ചായ കുടിക്കാനായിട്ട് അല്ലേ, ഒരു ചായ കുടിക്കാനായിട്ട് പോയി. ആംഖേം ദുഃഖ് രഹീദി, എന്താണ്, കണ്ണിൽ എന്തുണ്ടായിരുന്നു, വളരെ വിഷമമുണ്ടായിരുന്നു കേട്ടോ. ആംഖേം ദുഃഖ് രഹീദി അല്ലേ, എന്താണ്, അതായത് എൻ്റെ കണ്ണുകൾക്ക് ഭയങ്കര ഒരു വേദന എന്നോ വിഷമം എന്നൊക്കെ പറയാം. നോക്കിയേ, ചായ് വാലേക്കോ കഹ, എന്താണ്, ചായക്കാരനോട് പറഞ്ഞു. ഐ സെഡ് ടു ദ ഷോപ്പ് കീപ്പർ, അല്ലെങ്കിൽ ആ ചായക്കടക്കാരനെയാണ് ചായ് വാല കേട്ടോ. ടീ സെല്ലർ എഴുതിക്കോ, ചായ് വാലെ ടീ സെല്ലർ, ചായ് വാലെ ടീ സെല്ലർ. അപ്പൊ എന്ത് ചെയ്തു, ചായ് വാലേക്കോ കഹ, ഐ സെഡ് ടു ദ ടീ സെല്ലർ, എന്താണ്, ചോട്ടേ കപ്പ് മേ ചായ് ദീജിയേഗ, ചെറിയ കപ്പ് ചായ തരാമോ അല്ലേ, എനിക്ക് കുറച്ച് ചെറിയ കപ്പിൽ ചായ തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അല്ലേ. അപ്പോഴോ ഒരു ചെറിയ കപ്പിൽ ചായ തരൂ എന്ന് പറഞ്ഞപ്പോഴോ ഉസ്നെ ബഡേ കപ്പ് മേ ചായ ദേദി. അത് പറഞ്ഞത് കൊണ്ടാണോ അതിനെ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു വലിയ കപ്പിൽ ചായയും കൊടുത്തു. ഓക്കെ ആണല്ലോ, ഒരു ചെറിയ കപ്പിൽ ചായ തരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു വലിയ കപ്പിൽ ചായ കൊടുത്തു. അത് നോക്കിയാ മക്കളെ, ഭയ്യാ ചോട്ടാ കപ്പ് ഫിർ മേനെ കഹ, ചേട്ടാ ചെറിയ കപ്പ്, ചേട്ടാ ചെറുതാ ചോദിച്ചാ, ചെറുത്. ഓക്കെ,
ബഡാ നഹി ചോട്ട ചോട്ട അല്ലേ. അപ്പൊ എന്ത് ചോദിച്ചു? ഭയ്യ ചോട്ട കപ്പ്. ഫിർ മേനെ കഹ, എന്താണ്? ചേട്ടോ ചെറുത് ചെറുത്. എന്താണ്? ഞാൻ പറഞ്ഞു. ക്ലിയർ ആണല്ലോ. പീജിയാന യു ഡ്രിങ്ക് ഇറ്റ്, നിങ്ങൾ കുടിച്ചാലും. എഴുതിക്കാം മക്കളെ. പറയാണ് പീജിയന ആപ്പ് എന്ന് പറഞ്ഞാൽ കുടിച്ചാലും അല്ലേ, നിങ്ങൾ കുടിച്ചാലും. എന്നിട്ടാണ് कहकर वह किसी से बात करने में व्यस्त हो गया. അത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആരോടോ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. അതായത് വേറെ ആളുകളുണ്ടല്ലോ മക്കളെ. എഴുതിക്കോ. കഹ്കർ പറഞ്ഞിട്ട്. എഴുതിക്കോ മക്കളെ. കഹ്കർ പറഞ്ഞിട്ട്. വഹ് ഹി, അതായത് ആ ടീ സെല്ലർ ആണ് കേട്ടോ. ഹി എന്ന് പറഞ്ഞാൽ ആ ടീ സെല്ലർ. കിസി സേ ബാത് കർനെ മേം, ഹി ടോക്കിംഗ് ടു സംവൺ. എഴുതിക്കോ. ഹി ടോക്കിംഗ് ടു സംവൺ. കിസി സേ എന്ന് പറഞ്ഞാൽ ടു സംവൺ, ആരോടോ കേട്ടോ, ആരോടോ സംസാരിക്കുന്നതിൽ. വ്യസ്ത് ഹോ ഗയാ, ഹി വാസ് ബിസി. അതായത് ചേട്ടൻ ചായക്കടക്കാരൻ ചേട്ടൻ വേറെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ചായ എടുത്തിട്ട് കുടിക്കൂ, നിങ്ങൾ കുടിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ദേ കണ്ടിന്യൂ ദ ടോക്കിംഗ് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ബോറടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്ന് എഴുന്നേറ്റേ. അപ്പൊ എന്താണെന്ന് നോക്കിയേ. മേ ചായ് പീലി. എഴുതിക്കോ. ഞാൻ ചായ കുടിച്ചു അല്ലെ. മേ ചായ് പീലി, ഞാൻ ചായ കുടിച്ചു. ഫിർ വഹ് മേരി തരഫ് പലട്ട് കർ ബോല. അപ്പൊ എന്ത് ചെയ്തു? എന്നിട്ട്. ഫിർ എന്ന് പറഞ്ഞാൽ അഗൈൻ അല്ലെങ്കിൽ എന്നിട്ട്. വഹ് മേരി തരഫ്, എന്റെ നേരെ. ഹി ടേൺ ടു മൈ സൈഡ് എന്നാണ് കേട്ടോ. ഹി ടേൺ ടു മൈ സൈഡ് കേട്ടോ. പലട്ട് കർ ടേൺ എന്നാണ് കേട്ടോ. പലട്ന എന്ന് പറഞ്ഞാൽ തിരിയുക. പലട്കർ തിരിയുക. ബോല പറഞ്ഞു. ബോല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്നോട് നേരെ തിരിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? കോയി ആസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. അല്ലെ, അയാളുടെ മുഖത്ത് ഇങ്ങനെ കണ്ണിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നപ്പോ ആശുപത്രിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പം എന്തായിരിക്കും? അയാൾ എന്ത് ചോദിച്ചു? കോയി ആസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണോ? സംവൺ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹേ someone is admitted in the hospital എന്ന് ചോദിച്ചു. ഹേ കോയി ആസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. എന്താ ചോദിച്ചേ? ഏ ക്യാ ആസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ എന്ന് ചോദിച്ചു. ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ്? മേനെ സോച്ചാ കി വോ മേരെ പീച്ചെ ഹോഗാ അല്ലേ. മേനെ സോച്ചാ കി, ഞാൻ വിചാരിച്ചു. കാരണം എന്താ വിചാരിക്കാൻ കാരണം? ആരോട് ചോദിക്കാം സാറേ? ആരാണ്? ഹലീമത്ത് സൗദിയ. എവിടെയാ? എവിടെയാ ഹലീമത്ത് സൗദിയ? എടാ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് നോക്കിയേ. മേനെ സോച്ചാക്കി മേരെ പീച്ചെ കോയി ഹോഗ. അതായത് ഞാൻ വിചാരിച്ചു എന്റെ പുറകിൽ ആരോ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് someone in my back side. Why he is thinking like that? എന്തായിരിക്കും കാരണം? ഇല്ലെങ്കിൽ സാറേ എല്ലാ എക്സസൈസും എല്ലാ ആക്ടിവിറ്റീസ് വൃത്തിയായിട്ട് ചെയ്ത് നമ്മുടെ ശ്രീലക്ഷ്മിയോട് ചോദിച്ചാലോ? ശ്രീലക്ഷ്മി ആണെങ്കിൽ എല്ലാ ആക്ടിവിറ്റിയും കറക്റ്റായിട്ട് ചെയ്തു. അത് ഞാൻ കാണുകയും ചെയ്തു അല്ലേ. അവരാണ് ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മിയെ അഡ്മിറ്റ് ചെയ്താ? നമ്മളെല്ലാ എക്സസൈസും കറക്റ്റായിട്ട് ചെയ്തില്ലേ? കുഴപ്പമില്ല, ചോദിച്ചെന്നേ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് കാരണം. ഇഫ് യു ആർ സിക്ക് ഓക്കെ നോ പ്രോബ്ലം. ഇന്നെങ്ങാനും ഞാൻ അമ്മോട് ചോദിക്കും, പുറത്തെങ്ങാനും കളിക്കാൻ പോയി എന്ന് ഞാൻ അറിഞ്ഞ, ഈ ആഴ്ച എങ്ങാനും കളിക്കാൻ പുറത്തെങ്ങാനും പോയി എന്ന് അറിഞ്ഞ ഓക്കെ. അല്ല അപ്പൊ എന്താന്ന് ശിക്ഷ? ആ പൊട്ടിയ കാല് പിടിച്ചോണ്ട് ഫുൾ ടൈം ക്ലാസ്സിൽ കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എന്റെ കാല് പൊട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പറഞ്ഞോ മോനെ, ശ്രദ്ധിച്ചേ. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അദ്ദേഹം വിചാരിച്ചു. എന്താ ഷോപ്പ് കീപ്പർ എന്താ ഇദ്ദേഹത്തോട് ചോദിച്ചത്? എന്താ ഷോപ്പ് കീപ്പർ ആദ്യം ചോദിച്ചത്? ആരെങ്കിലും അപ്പൊ ഇയാൾ എന്തുകൊണ്ട്, ഇവരെന്തുകൊണ്ടാണ് പുറകിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് സംശയിച്ചത്? എന്തായിരിക്കും കാരണം? തൊട്ടു മുമ്പ് അയാൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ഇവർക്ക് ചായ കൊടുത്തിട്ട് അയാൾ എന്താ ചെയ്തോണ്ടിരുന്നേ? അതന്നെ പേടിക്കണ്ട, അങ്ങോട്ട് പറഞ്ഞോ.
ഇപ്പൊ ഹി വാസ് ടോക്കിംഗ് ടു സംവൺ നോ, ഓക്കെ അല്ലേ, ഹി വാസ് ടോക്കിംഗ് ടു സംവൺ. അപ്പോ അവരാദ്യം എന്ത് വിചാരിച്ചു കാണും, ആ ബാക്കില് വേറെ ആരെങ്കിലോടും ആണോ ചോദിക്കുന്നത് അല്ലെ, പുറകിലുള്ള ആരോടെങ്കിലും ആണോ എന്നൊരു സംശയത്തിലാണ് എന്ത് ചോദിച്ചത്, അങ്ങനെ ചോദിച്ചത്. അതായത് എന്ത്, അതായത് പുറകിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള രീതിയിലാണ് അവർ ആദ്യം വിചാരിച്ചത്. കാരണം ആക്ച്വലി ഈ പേഴ്സൺ ഇയാളെ അറിയില്ലല്ലോ, ചായക്കടക്കാരൻ അറിയില്ലല്ലോ. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് പുറകിൽ നിൽക്കുന്ന ആരോടെങ്കിലും ആണോ ചോദിച്ചതെന്ന് ഫസ്റ്റ് ഒരു ഡൗട്ട് തോന്നി. നോക്കിയേ, ഓക്കെ അല്ലേ, സെറ്റിൽ പിള്ളേരെ. അതാണ് പറയുന്നത് മേനെ സോച്ചാക്കി, ഞാൻ ആദ്യം ചിന്തിച്ചു, മേരെ പീച്ചേ കോയി ഹോഗാ, സംവൺ ഈസ് ഇൻ മൈ ബാക്ക് സൈഡ്, ആരോടെങ്കിലും ആയിരിക്കും, എൻ്റെ പുറകിലുള്ള ആരോടോ ആണ് ചോദിച്ചതെന്ന് വിചാരിച്ചു. ഷായത് ചിലപ്പോ ഉസീസേ പൂച്ച് രഹാ ഹോ, അയാളോടായിരിക്കാം അല്ലെ, എൻ്റെ പുറകിൽ നിൽക്കുന്ന ആരോടോ ആണെന്നുള്ള രീതിയിൽ ചിലപ്പോ അയാളോടായിരിക്കാം. സംടൈം ഹി വാസ് ടോക്കിംഗ് ടു ദ പേഴ്സൺ, എൻ്റെ പുറകിൽ നിൽക്കുന്ന ആരോടോ ആയിരിക്കാം എന്ന് ആലോചിച്ചു. ഉസ്നെ ഫിർ കഹാ ആപ്സേ പൂച്ച് രഹാ ഹും, എൻ്റെ ചേട്ടനോടാ ചോദിക്കണേന്ന് എഴുതിക്കോ. ഉസ്നെ ഫിർ കഹാ, ഹി അഗൈൻ സെഡ്, ഓക്കെ ആണല്ലോ, വൺസ് അഗൈൻ ഹി സെഡ് ദാറ്റ് സർ ഇറ്റ്സ് ഫോർ യു, അല്ല ഐ എം ആസ്കിംഗ് ടു യു. ഉസ്നെ आपसे पूछ रहा है, आई एम आस्किंग टू यू. अरे देखिए मैं आपसे कह रहा हूं, है ना, അങ്ങനെ ഹിന്ദി പറയണം അല്ലേ. അരേ ദേക്കിയേ ആപ്സേ കഹ രഹാ ഹൂം, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ മക്കളെ, പൂച്ച് രഹാ ഹൂം ആസ്കിംഗ് എഴുതിക്കോ മക്കളെ, പൂച്ച് രഹാ ഹൂം ആസ്കിംഗ്, ഐ വിൽ ആസ്ക് ടു യു അല്ലേ, എന്താ പറഞ്ഞത്, ഐ വിൽ ആസ്ക് ടു യു. സാറേ ഒരു കൊടുക്കാം, മേ आपको हमेशा पढ़ता हूं बहुत अच्छा लगता है. എന്താണ് ഇനി എന്താ പറഞ്ഞു നോക്കിയാ മക്കളെ, मैं हमेशा पढ़ता हूं बहुत अच्छा लगता है. ഓക്കെ, അപ്പൊ എന്താണ് നോക്കിയേ, मैं हमेशा पढ़ता हूं बहुत अच्छा लगता है, मैंने उसे शुक्रिया कहा. എന്താണ്, അപ്പൊ ഞാൻ അയാളോട് താങ്ക് യു പറഞ്ഞു. സാർ ഒന്ന് മുകളിലേക്ക് കാണിച്ച്, എവിടെയെങ്കിലും മിസ്സിംഗ് ഉണ്ടോ നോക്കട്ടെ. फिर उसने कहा कि आपसे पूछ रहा हूं, मैं आपको हमेशा पढ़ाता हूं, ഞാൻ എപ്പോഴും വായിക്കാറുണ്ട് അല്ലേ, ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. ഹമേശ ഓൾവേസ് എഴുതിക്കോ മക്കളെ, ഹമേശ ഓൾവേസ്. ബഹുത് അച്ഛാ ലഗ്താ ഹേ, എന്താണ്, വളരെ നല്ലതാണ് അല്ലേ, എന്താണ്, മേനെ ഉസേ ശുക്രിയ കഹ, ഞാൻ അയാളോട് എന്ത് പറഞ്ഞു, നന്ദി പറഞ്ഞു അല്ലെ. അതായത് അയാൾ നല്ല കാര്യമാണ് ചോദിച്ചത്, ആരെങ്കിലും ഹോസ്പിറ്റലുണ്ടോ, ബിക്കോസ് നോക്കിയാ മക്കളെ, ഹി വാസ്, അദ്ദേഹത്തിന്റെ കണ്ണിൽ വളരെ ഒരു സങ്കടം തോന്നിയപ്പോൾ അയാൾ ചോദിച്ചു ആരെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണോ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് നല്ലത് ചോദിച്ചോണ്ട് അദ്ദേഹത്തോട് താങ്ക് യു പറഞ്ഞു, ഇല്ല നന്ദി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഫിർ ചായക്ക് പൈസ ദേനയിലേക്ക്, അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ചായയുടെ പൈസ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ, എഴുതിക്കോ, ഫിർ ചായക്ക് പൈസ ദേനയിലേക്ക് എഴുതിക്കോ മക്കളെ, ചായയുടെ പൈസ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടോ വഹ ഹാത്ത് ബാന്ദ് കർ ഉസീ തരഹ് ഖടാ രഹാ, എങ്ങനെയാ പിള്ളേരെ ഹാത്ത് ബാന്ദ് കർ എന്ന് പറഞ്ഞേ, എങ്ങനെയാ ഹാത്ത് ബാന്ധിന കാണിക്കാമോ, ഒന്നു. അയാൾ കയ്യൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിന്നു അല്ലേ, അയാൾ കയ്യൊക്കെ കെട്ടിയിട്ട് നിന്നു. അതായത് അദ്ദേഹം പൈസ കൊടുക്കാൻ നേരത്തെ എന്ത് ചെയ്തു, ഹാത്ത് ബാന്ദ് കർ, കൈയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നിന്നു അല്ലെ, ഹി വാസ് സ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. അപ്പൊ നോക്കിയാൽ മക്കൾ ഏതാണ്, ഹാത്ത് ബാന്ദ് കർ, കൈ കെട്ടിയിട്ട്, ആരും കെട്ടിയിട്ടതല്ല കേട്ടോ, സ്വയം ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഉസി തരഹ് ഖടാ, മക്കളെ ഖടാ സ്റ്റാൻഡിങ്, അവിടെ ഇങ്ങനെ നിന്നു അല്ലെ. ഇവിടെ രാഷ്ട്രീയക്കാര് പോസ്റ്ററിലൊക്കെ നിൽക്കണല്ലേ ഇങ്ങനെ അല്ലേ, എങ്ങനെയുണ്ട് അല്ലെ, നല്ല രസമല്ലേ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണല്ലേ ഒരു. പിന്നെയോ അങ്ങനെയൊക്കെ നിൽക്കണമല്ലോ. ആ ചേട്ടൻ എന്ത് ചെയ്തു, ആ ചേട്ടൻ ഇങ്ങനെ കയ്യൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നു. നോക്കിയോ മക്കളെ, ബഹുത്ത് സിദ്ധ് കർണേ കെ ബാദ്, ബഹുത് സിദ്ധ് കർണേ കെ ബാദ് ഭി, എന്താണ്, വളരെ വാശി പിടിച്ചിട്ട് പോലെ എഴുതിക്കാം മക്കളെ, സിദ്ധ് കർണ ടു സ്റ്റബേൺ, വാശി പിടിക്കുക. ഇത് പിടിക്കുക ചേട്ടാ, നമ്മൾ കാശിന്റെ കാര്യത്തിൽ പറയില്ലേ, ചേട്ടാ കാശ് പിടിക്കുവോ അല്ലേ, ദിസ് ഈസ് യുവർ മണി, പിടിച്ചോ, എനിക്ക് വേണ്ട,
ചേട്ടാ എന്തിനാ ചേട്ടാ ഈ ഒരു ചായയുടെ കാശിൽ ഇത് പിടിച്ചോളോ, ഇത് പിടിക്കോ, നോ ഐ ഡോണ്ട് വാണ്ട് മണി എന്നുള്ള രീതിയിൽ അയാൾ എന്ത് ചെയ്തു? നോക്കിയേ മക്കളെ, പറയാണ്, എന്താ പറയുന്നത് നോക്കിയേ, ബഹുത് സിദ്ധ് കർണേ കെ ബാദ്, വളരെ വാശി പിടിച്ചതിന് ശേഷവും, അതായത് വാശി പിടിക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ കൈ തുറക്കണം എന്ന് പറഞ്ഞിട്ടല്ല, ചേട്ടാ ഇതാ പൈസ ഇതാ പിടിക്കോ, വേണ്ട, നോ, അങ്ങനെയുള്ള ആ ഒരു ടോക്കിംഗ് ആണ് കേട്ടോ. സിദ്ധ് കർണേ കെ ബാദ്, അങ്ങനെ വാശി പിടിച്ചതിന് ശേഷവും, ഉസ്കെ ബന്ദേ ഹാത്ത് ഖുലേ നഹി, ഹി വിൽ നോട്ട് ഓപ്പൺ ഹിസ് ഹാൻഡ്, അതായത് ഹി വാസ് സ്റ്റാൻഡിങ് ലൈക്ക് ദാറ്റ്, അയാൾ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ നിന്നു. എങ്ങനെയാ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കണം? എങ്ങനെയുള്ളത്? ഒന്ന് എക്സ്പ്രഷൻ ഇട്ടേ അല്ലേ? പുച്ഛം എങ്ങനെയാ? വിത്ത് പുച്ഛം എങ്ങനെയാ? എങ്ങനെയുള്ള പുച്ഛത്തിൽ നിൽക്കണത്? ഇത് എന്ത് പുച്ഛമാടാ? അതാരാ സാറേ? ആ പാർത്ഥിവ, ഇത് എന്ത് പുച്ഛമാടാ? അത് കളിയാക്കുന്ന രീതിയിലും ഇങ്ങനെ പിടിച്ചിട്ടാ പുച്ഛം. ഇങ്ങനെ പുച്ഛത്തിൽ നിൽക്കണത്? നോക്കട്ടെ പിള്ളേരെ, കാണിച്ചു നോക്കട്ടെ. ഇതിൽ അയാൾക്ക് പുച്ഛമൊന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെ വെറുതെ പറഞ്ഞു എന്നല്ലേ. അവൾ എന്ത് ചെയ്തു? അയാൾക്ക് പുച്ഛമൊന്നുമില്ല, അയാൾ എന്ത് ചെയ്തു? നല്ല രീതിയിൽ എന്ത് പറഞ്ഞു? നോ, വളരെ പ്ലീസ് ആയിട്ട് എന്ത് പറഞ്ഞു? നോ. അപ്പൊ നോക്കിയാ മക്കളെ, മേനെ ചായ് കേ ലിയേ ഉസേ ശുക്രിയ കഹ, ഞാൻ ചായ കൊടുത്തതിന് എന്ത് പറഞ്ഞു? ചേട്ടാ താങ്ക് യു, നാളെയും വരാട്ടാ, ഫ്രീ ആയിട്ട് ചായ കിട്ടൂല. നമ്മളാണെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ആ കടയിൽ പോകും അല്ലേ? പക്ഷെ എന്ത് ചെയ്തു? മേനെ ശുക്രിയ കഹ, ഞാൻ എന്ത് പറഞ്ഞു? ഐ സെഡ് താങ്ക് യു. ചേട്ടാ ഇന്നലെ ചായ എന്നില്ലേ, ഇന്നും തരുമോ ചായ അല്ലേ? അതുപോലെയല്ല, എന്ത് ചെയ്തു? ആ ചായക്ക് അദ്ദേഹം ഒരു നന്ദി പറഞ്ഞു. നോക്കിയേ, അവർ ആസ്പത്താൽ കെ ഭീതർ ചലി ഗയി, എന്ത് ചെയ്തു? ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. എഴുതിക്കോ, ഭീതർ ഇൻസൈഡ്, ഐ വെന്റ്, അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഐ ജസ്റ്റ് എന്താണ്, ഐ എൻ്റർ ഇൻ ടു ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാം കേട്ടോ. ഭീതർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നാണ് കേട്ടോ മക്കളെ. ഭീതർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്. ഐ ജസ്റ്റ് ചെക്ക് അല്ലേ, ഐ ജസ്റ്റ് എൻ്റർ ഇൻ ടു ദ ഹോസ്പിറ്റൽ. നോക്കിയോ മക്കളെ, देखा अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. നോക്കിയേ മക്കളെ, അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിയേ, ആസ്പത്രിയുടെ പുറത്തും അകത്തും രണ്ട് ലോകമാണ്. ഏതാ ഈ രണ്ട് ലോകം? ദൈവമേ, ഈ ഇത് വല്ല യൂറോപ്പിലോ പാകിസ്ഥാനിലോ ഇന്ത്യയിലൊക്കെ ആണെന്നോ? ആരോട് ചോദിക്കാം സാറേ? ആരാണ്? അമൽജിത്ത്. അമലേ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇത് ആശുപത്രിയുടെ ഉള്ള്, ഓക്കെ ആണല്ലോ. ആ, എ എന്ന് ഞാൻ കൊടുത്തു. ഇത് ആശുപത്രിയുടെ പുറം, ബി എന്ന് കൊടുത്തു. ആ രണ്ട് സ്ഥലത്തെയും എന്താണ്? രണ്ട് സ്ഥലവും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? രണ്ട് ലോകമാണ്, ടു വേൾഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? ആശുപത്രിയുടെ ഉള്ളിൽ ആൾക്കാർ കൂടുതലും, പുറത്ത് ആൾക്കാർ കുറവാണ്. ബുദ്ധിമാൻ. ഒരു ഫോട്ടോ എടുക്കട്ടാ നിങ്ങളാ? ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കടാ. ആ എടുക്കട്ടെ. ഒരു ഇടി. ഒന്ന് ആലോചിച്ച പിള്ളേരെ, കുഴപ്പമില്ല കേട്ടാ. എന്താ അമൽജിത്ത് എന്നല്ലേ? അമലെ കാര്യ കണ്ടാട്ടാ. എന്നാലും നീ ഇങ്ങനെ കാണിച്ചില്ല കേട്ടോ, ഒന്ന് കാണിക്കടാ. അതിട്ടാ ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ അതെ, ഓക്കെ സെറ്റ്. ഇനി ആരാണ് സാറേ? ആ ദേവദത്ത്. യെസ്, ആരാണ്? ഗുഡ് ഈവനിങ് സാർ. ആ ഗുഡ് ഈവനിങ് മോനെ, പറടാ എന്താണ് കാര്യം? ഹോസ്പിറ്റലിനുള്ളില് എല്ലാവർക്കും വിഷമാവും. ഇവന്റെ ഫോട്ടോ എടുക്കേണ്ടി വരുന്നുണ്ടാ സാറേ? ഇവന്റെ ഫോട്ടോ എടുക്കേണ്ടി വരും തോന്നണേ കേട്ടാ. അവനെ വലിയ ക്യാമറയിൽ എടുക്കേണ്ടി വരുന്നുണ്ട്, വീഡിയോ എടുക്കേണ്ടി വരും തോന്നണേ. യെസ്, അടുത്താണ് സാറേ? അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ മോനെ, അടുത്തേക്ക് വരുന്നുണ്ട്. അതാരാ? ആ ശിവനന്ദ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് മോളെ, എന്താണ്? ആശുപത്രിയിലെ ഉള്ളില ആളുകളുടെ സ്വഭാവം ആശുപത്രിയുടെ പുറത്തുള്ള ആൾക്കാരുടെ സ്വഭാവം വേറെയാണ്. ആ അടുത്തേക്ക് വന്നു തുടങ്ങി. എന്നാലും ഒന്നും കൂടി ക്ലാരിറ്റി എങ്ങനെ വരും? ഐ നീഡ് ആൻ എക്സ്റ്റെൻഡ് ക്ലാരിറ്റി. ആരാണ് സാറേ? ആൻത്രസ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് മോളെ, പറടാ. അത് ആശുപത്രിയുടെ ഉള്ളിൽ എല്ലാവർക്കും പനിയും ചുമയും അങ്ങനെയൊക്കെ. ദൈവമേ, ഇവളുടെ രണ്ട് വീഡിയോ എടുക്കേണ്ടി വരും കേട്ടോ. എടാ ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെ നിൽക്ക്. ആ അതിന് ക്ലിക്ക്. ഓക്കെ സെറ്റ് കേട്ടാ. ഓക്കെ. എടാ പിള്ളേരെ ഒന്ന് നോക്കി. ആ സാറേ പാർത്ഥിബിനോട് ചോദിക്കേ, പാർത്ഥിബിന് ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. ആ ഗുഡ് ഈവനിങ് മോനെ, പറടാ. ആശുപത്രിയുടെ പുറത്ത്
പച്ചടി പോയി. അതെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ, നിങ്ങൾ തോറ്റു, ഞാൻ മടുത്തു. നോക്കിയോ മക്കളെ, ഇൻസൈഡ് ആശുപത്രിയുടെ ഉള്ളില് ആ കടക്കാരൻ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഉള്ളിൽ ആ ഫോട്ടോസ്റ്റാറ്റ് വെക്കുന്ന ആ ഫോട്ടോസ്റ്റാറ്റിന്റെ ആള്, അയാള് ഒരു ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അയാള് രൂപ തരാണ്ട് മടിച്ചു നിന്നപ്പോ പുറത്തെ ആളെന്ത് ചെയ്തു? ഒരു ചായ കുടിച്ചിട്ടും അതിന്റെ പൈസ വാങ്ങിയില്ല അല്ലെ? അപ്പൊ പറയാണ് രണ്ട് തരത്തിലുള്ള ആളുകൾ അപ്പുറയും ഇപ്പുറയും, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ടു കൈൻഡ് ഓഫ് പീപ്പിൾ ആർ ലിവിങ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടും രണ്ട് തരത്തിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞു? നമ്മുടെ ഇവര് പറയാണ്, എഴുത്തുകാർ പറയാണ് അല്ലെ, നമ്മളോട് പറയാണ്. നോക്കിയേ, ആസ്പത്താൽ കെ ഭീതർ ഓർ ബാഹർ, ആസ്പത്താലിന്റെ ഉള്ളിലും ഹോസ്പിറ്റലിന്റെ ഉള്ളിലും പുറത്തും അലഗ് അലഗ് ദുനിയാ ഹേ, രണ്ട് ലോകങ്ങളാണ് അല്ലെ, രണ്ട് ടൈപ്പ് ലോകങ്ങളാണ്. സാറേ ഒന്ന് ഉയർത്തി കൊടുക്കാം. നോക്കിയേ, अभाव, बीमारी, गरीब, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचकर रखी है. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. നോക്കിയാ മക്കളെ, അഭാവ എഴുതിക്കോ, അഭാവം എന്താ പറയാൻ പറ്റുക? സ്കേഴ്സിറ്റി എന്നൊക്കെ പറയില്ലേ? അഭാവം എന്ന് പറഞ്ഞാൽ എന്താ? സ്കേഴ്സിറ്റി, അഭാവം. അഭാവ് നമ്മൾ പറയുന്ന അഭാവം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് എന്താ പറയാം? ലാക്ക് എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ലാക്കോ ഷോർട്ടേജോ ആബ്സെന്റോ എന്ന് പറയുന്നത് കുറവ്. സ്കേഴ്സിറ്റിയേക്കാളും കൂടുതൽ സ്കേഴ്സിറ്റി അല്ല അവിടെ കുറവെന്ന് ഉദ്ദേശിച്ചോ. സ്കേഴ്സിറ്റി ആ ഇതാണ്, ഗരീബിയാണ് കേട്ടോ. പോവർട്ടി, സ്കേഴ്സിറ്റി, ആ പട്ടിണി അതാണ്. നോക്കിയേ, ബീമാരി രോഗം, ഡിസീസ്. ഗരീബി അതാണ് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ അഭാവം, പട്ടിണി എന്ന് പറയുന്ന പോവർട്ടി. ദുഃഖ് കെ ബീച്ച് ഭി, ആ ദുഃഖത്തിന്റെ ഇടയിലും. ആശുപത്രിയിൽ തന്നെ സന്തോഷിക്കാനല്ലോ ആണോ? ആശുപത്രിയിൽ തന്നെ സന്തോഷിക്കാനാണോ? ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരേ ഒരു കാര്യം എന്താ ഉണ്ടാവുള്ളൂ? ആശുപത്രി പോയിട്ട് സന്തോഷിക്കുന്ന എന്തിലാ മക്കളെ? ഓൺലി വൺ റീസൺ ദാറ്റ് വി ക്യാൻ സേ ആശുപത്രി പോകാൻ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. എന്തായിരിക്കാം? സൽമാൻ. എന്തായിരിക്കും സൽമാനെ? ആശുപത്രിയിൽ നമുക്ക് സന്തോഷത്തോടെ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സമയം എപ്പോഴാ? അസുഖം കുറയുമ്പോഴാ. അസുഖം ഉണ്ടാവുന്ന നമുക്കൊരു ദുഃഖമുള്ള കാര്യമാണല്ലോ. അസുഖം ഉണ്ടാവണം തന്നെ ഒരു ദുഃഖമുള്ളൊരു കാര്യമാണല്ലോ. പിന്നെന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ? കുട്ടി. ഒരു ബേബി ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള. അതായത് ബേബി വാസ് ബോൺ ഇൻ എ ഹോസ്പിറ്റൽ അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ കുട്ടികളെ ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അല്ലാണ്ട് ഹായ് എനിക്ക് പനി വന്നു ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വട്ടെ ബായ് എന്ന് പറഞ്ഞാൽ അതിന് പോവാ? ഓ പിള്ളേരെ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ പറയുന്നു, ഈ എന്താണ് പറയാൻ പറ്റുക, ഈ കുറവിൻ്റെയും അല്ലെങ്കിൽ അസുഖത്തിൻ്റെയും പട്ടിണിയുടെയും ദുഃഖത്തിൻ്റെ ഒക്കെ ഇടയില് സാധാരണ ലോകോംനി, എന്താണ് ഇത്? സാധാരണ ആളുകൾ കേട്ടോ. ദ നോർമൽ പീപ്പിൾ, ദ പുവർ പീപ്പിൾ. പുവർ എന്ന് പറയേണ്ട നോർമൽ പീപ്പിൾ കേട്ടോ, സാധാരണക്കാർ, ആം ലോകാണ്. ദ നോർമൽ പീപ്പിൾ അപ്പനെ ജീവൻ മേം, തൻ്റെ ജീവിതത്തിൽ ധോഡ പ്രേം, കുറച്ച് സ്നേഹം അല്ലെ? ആ 20 രൂപ കൊടുത്തുകൊണ്ട് നമ്മുടെ ഓബർ അല്ലെങ്കിൽ അവര് ആ ചേട്ടനോട് ചെയ്തതും, അല്ലെങ്കിൽ ഇവർക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണമായിരുന്നു? പൈസ വേണ്ടി വന്നപ്പോ കിട്ടി അതും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സ്നേഹവും, ധോടി ധോടി ആത്മീയത. എന്താണ്? കുറച്ച് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മളോടുള്ള കുറച്ചൊരു പ്രാർത്ഥനാ മനോഭാവം, അങ്ങനെയൊക്കെ വേണ്ടി പറയാം. പിന്നെയോ മനുഷ്യത. ഇപ്പൊ ആ ചായക്കടക്കാരൻ ചെയ്തത് എന്താണ്? അയാളുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ എന്ത് ചെയ്തു? സൗജന്യമായിട്ടൊരു ചായ കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമാനിറ്റി അല്ലെ? ഒരു ഹ്യൂമാനിറ്റി, ഇതെല്ലാം എന്തുണ്ടായിരുന്നു? അതിലുണ്ടായിരുന്നു. ഉനേം ദേഖ്തേ ഹുയേ, അത് കണ്ടിട്ട് എഴുതിക്കാം മക്കളെ. അത് കണ്ടിട്ട് സോച്തി ഹും കി,
എഴുതിക്കോ. ഉനേം ദേഖത്തെ ഹുയേ, അത് കണ്ടിട്ട്. സോച്തി ഹും കി, ഞാൻ ആലോചിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. ധർത്തി മേം, എഴുതിക്കോ മക്കളെ. ഇൻ ദ എർത്ത്, ഭൂമിയിൽ. പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹേ, ലവ് ഈസ് ദ പവർഫുൾ വാല്യൂ. എഴുതിക്കോ മക്കളെ. ലവ് ഈസ് ദ പവർഫുൾ വാല്യൂ. വൺ ഓഫ് ദ പവർഫുൾ വാല്യൂ ഈസ് ലവ്. അല്ലേ? ഏറ്റവും ശക്തിയുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹമാണ് അഖിലസാര മുഴിയിൽ, അല്ലേ? സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹമാണ് ഏറ്റവും വലിയ, ഏറ്റവും മൂല്യമുള്ള കാര്യം. സാറേ, ഇനി നമുക്കൊരു കുസൃതി ചോദ്യം കൊടുത്തിയാലോ? നമുക്ക് കൊടുക്കാം പിള്ളേര്. അപ്പൊ പറയാണ് സാർ, ഒന്ന് ബുക്ക് കൊടുക്കാം. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹേ, ഇതാണ് മനുഷ്യന്റെ ഉള്ളിൽ. എഴുതിക്കാം മക്കളെ. ഇൻസാൻ കെ ഭീതർ, അതായത് മനുഷ്യന്റെ ഉള്ളിൽ എന്താണ്? സമർപ്പൺ ലാ സക്താ ഹേ എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? അതായത് ഒരു മനുഷ്യനിൽ കാണാൻ പറ്റുന്ന, അല്ലെ, സമർപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇത് മാത്രമാണ് ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. और यही अतिरिक्त पाने के लालच, उसके लिए एक दूसरे के हमले, एक दूसरे पर अविश्वास, അല്ലേ? എന്താണ് യഹി അതിരിക്ത്? എന്താണ്? ഇതിന് പകരമായിട്ട്, അല്ലെ, മനുഷ്യൻ ഈ സ്നേഹത്തിന് പകരമായിട്ട് എല്ലാവരും കയ്യിൽ എന്തുണ്ടാവും അറിയാമോ? കൂടുതലായിട്ടും എന്തിനാണ് സാധ്യത? ലാലച്ച്. എഴുതിക്കോ മക്കളെ. പാനേക്ക ലാലച്ച്, അക്വയർ ചെയ്യാനുള്ള ഗ്രീഡി, അതായത് അത്യാഗ്രഹം, എന്തെങ്കിലും നേടണം, അല്ലേ? ചേട്ടനും അനിയനും, ചേച്ചിയും അനിയത്തിയും, അമ്മയും അച്ഛനും മക്കളും തമ്മിൽ എന്താണ്? സ്വത്തിനും പൈസയ്ക്കും പല കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഗ്രീഡിനെസ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രീഡി, അതാണ് ആ ലാലച്ച്. പിന്നെയോ ഉസ്കേ ലിയേ, അതിനുവേണ്ടി, ഏക് ദൂസരെ പർ ഹംലെ, ഹംലെ കാരണം അറ്റാക്ക് ചെയ്യുക, ഫൈറ്റ്, അല്ലേ? എൻ്റെ ആടാ, അത് എൻ്റെ ആടാ, നിന്റെ അല്ല, നിന്റെ അടി, എൻ്റെ അടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇടിയാണ്, അല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള ഇടി. പിന്നെയോ ഏക് ദൂസരെ പർ അവിശ്വാസ്, എനിക്ക് നിന്നെ അത്ര വിശ്വാസമൊന്നും ഇല്ല, അല്ലേ? അതിൽ നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല എന്ന് പറയുന്ന അവിശ്വാസം, അല്ലേ? ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സാറേ മുകളിൽ ഒന്നുകൂടി ഉയർത്തി കൊടുത്തേ, ഉണ്ടോ നോട്ടെ? ഇല്ല. അപ്പം മുകളിൽ അവിശ്വാസ് और हिंसा सबको खत्म करता है. എന്താണ് മക്കളെ ഹിംസ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹിംസ? ഗാന്ധിജി പറഞ്ഞൊരു സാധനം. എന്താണ് ഹിംസ? അതായത് നശിപ്പിക്കുക, അല്ലേ? നശിപ്പിക്കുക. ഇതെല്ലാം എന്ത് ചെയ്യും? സബ്കോ, എല്ലാവരെയും എന്ത് ചെയ്യും? ഖതം കർ സക്താ ഹെ, എല്ലാവരെയും നശിപ്പിച്ചു കളയും. അതായത് മറ്റുള്ളത് നശിപ്പിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നശിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം എന്താവും? സ്വയം നമ്മൾ നശിക്കും. ക്ലിയർ അല്ലേ? സ്വയം നമ്മൾ നശിക്കും. അപ്പൊ അദ്ദേഹം പറയാണ് ഇസ് ധർത്തിക്കോ, ഈ ഭൂമിയെ, എഴുതിക്കോ, ആൻഡ് ദിസ് എർത്ത്, പ്രേം കെ സിവ, പ്രേമത്തെ കൂടാതെ, സ്നേഹമല്ലാതെ, കുച്ച് നഹി ബച്ചാ സക്ത, മറ്റൊന്നും ബാലൻസ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ലവ് ഇസ് ദ ഓൺലി വൺ തിങ് ഇൻ ദിസ് വേൾഡ്. മറ്റതൊന്നും എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. സാറേ ലാസ്റ്റ് ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് തരാം ആഫ്റ്റർ എ ബ്രേക്ക്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, യെസ്. വിത്തൗട്ട് എന്നുള്ള മീനിങ് ആണ്. പ്രേമത്തെ കൂടാതെ, പ്രേമമല്ലാതെ, എന്താണ്? പ്രേമിക്കേ സിവ കുച്ച് നഹി, മറ്റൊന്നുമില്ല. സോ എവ്രിതിങ് ബേസ്ഡ് ഓൺ ലവ്, അല്ലേ? അമ്മയും നമ്മളും മക്കളും തമ്മിലുള്ളത് എന്താണ്? ഇറ്റ്സ് എ ലവ്. അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ്. ഫ്രണ്ട്സ് തമ്മിലുള്ളതൊരു സ്നേഹമാണ്. അല്ലെങ്കിൽ അധ്യാപകനും അധ്യാപികയോ അല്ലെങ്കിൽ കുട്ടികളോ തമ്മിലുള്ളതൊരു സ്നേഹമാണ്. അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനിടയിൽ, അല്ലെങ്കിൽ എന്തിനിടയിൽ നമുക്കൊരു പൂവിനോടോ അല്ലെങ്കിൽ എന്തിനോടോ ഉള്ളത് നമ്മുടെ സ്നേഹമാണ്. പക്ഷെ അത് എനിക്ക് മാത്രം വേണമെന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനാണ് ഗ്രീഡിനെസ്, അത്യാഗ്രഹം എന്ന് പറയുന്നത്. സോ പറയുകയാണ് ഈ ലോകത്ത് സ്നേഹത്തെ കൂടാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ ആണെങ്കിൽ ഉഷാറോട് ടാറ്റ കാണിച്ച്. ഓക്കെ ആണോ? ഓക്കെ, ടാറ്റ കാണിക്കുന്നില്ലേ?
ടാറ്റ കാണിക്കുന്നില്ലേ? ഇനി കുറച്ച് പേര് വീഡിയോ ഓൺ ആക്കാനുള്ളവർക്ക് ഒരു 20 പ്രാവശ്യം വെച്ച് നമുക്ക് ചാപ്റ്റർ എഴുതി പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് പഠിക്കുകയും ചെയ്യും വേഗം. ഏഞ്ചലിനെ, ഏഞ്ചലിൻ മരിയ, വേഗം ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നമുക്ക് ചെയ്യാം മക്കളെ, നോക്കാം. യെസ്, അപ്പോൾ നോക്കിയേ, പ്രേമിക്കെ സിവാ കുച്ച് നെഹി കിസ് വിദാ കി രചന ഹെ ഡയറി. അതിൻ്റെ ആരാണ്? ജസീന്ത കേർക്കേട്ട അല്ലേ, കേർക്കേട്ടയാണ്. സാർ ഒന്ന് ഉയർത്തി കൊടുക്കാം. ഉത്തരാഖണ്ഡ് കെ സബ്സെ ബഡാ ആസ്പത്താൽ സർക്കാരി ആസ്പത്താൽ കോൺസാ ഹെ? എന്താണ്? റിസ്റ്റ് അല്ലേ? എന്താണ് അതിനർത്ഥം? ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ റിംസ് ആണ് അല്ലേ, റിംസ്. റിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. എന്താണ് റിംസിന്റെ ഫുൾ ഫോം? ആരോട് ചോദിക്കാം സാറേ? സമറേ, എന്തായിരുന്നു മോനെ റിംസിന്റെ ഫുൾ ഫോം? എന്തിട്ടാ റിംസിന്റെ ഫുൾ ഫോം ഉണ്ടാവില്ലേ? എന്തായിരിക്കും? അത് എവിടെയായിരുന്നു നടന്നിരുന്നത്? ആ സ്ഥലത്തിന്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞു. ധോണിയുടെ നാടാണ്. നീ തന്നെ എന്നോട് പറഞ്ഞ ധോണിയുടെ നാടാണെന്നൊക്കെ. അത് ഏതാ? ഇടിയും തരും. അപ്പൊ റാഞ്ചി. അങ്ങോട്ട് വരട്ടെ. യെസ്, സെറ്റ്. അപ്പൊ എടാ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പൊ റിംസ്, റാഞ്ചി, റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതാണ് റിംസ് കേട്ടോ. റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നോക്കിയോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ, मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिया. यहाँ लेखिका का कौन सा मनोभाव प्रकट होता है? दूसरों के सुख समझकर सहायता करने का मनोभाव. മറ്റുള്ളവരുടെ ആ ഒരു സുഖം എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കാനുള്ള ഒരു മനോഭാവത്തെയാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ? നെഹി 20 रुपये थे, നെഹി वह 20 रुपये नहीं दे, इससे आपने क्या समझा? അത് വെറും ഒരു 20 രൂപ മാത്രമല്ല എന്നുള്ളതിന് അർത്ഥം എന്താണ്? സാർ ഉയർത്തി കൊടുക്കാം. അപ്പുറമായിരിക്കും. അപ്പം മുകളിൽ നോക്കിയോ മക്കളെ, जब उनकी मदद करने वाला कोई नहीं होता तब एक पैसा भी कहीं अधिक मूल्यवान होता है അല്ലേ? തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാതിരുന്നപ്പോൾ ആ ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും എന്തുള്ളതാണ്? ഇറ്റ്സ് വെരി വെരി വാല്യുബിൾ അല്ലേ? ആ ഒരു പൈസ പോലും അവിടെ വാല്യുബിൾ ആണ്. അവിടെ 20 രൂപ എന്നല്ല, ദാറ്റ് എമൗണ്ട് ഈസ് വാല്യുബിൾ ബിക്കോസ് എന്താണ്? ബിക്കോസ് ദ തിങ് ഇസ് അവരെ സഹായിക്കാനായിട്ട് ആരുമില്ലാതിരുന്നപ്പോൾ ഒരു പൈസ പോലും ഉണ്ടെങ്കിൽ ആ പൈസ പോലും വിലയേറിയതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ മക്കളെ നോക്കാം. അടുത്ത്, अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. എന്തുകൊണ്ടായിരിക്കാം എന്നാണ് സാർ എന്ന് ഉയർത്തി കൊടുക്കാം. നോക്കി, अस्पताल के भीतर के लेखिका अविश्वास लालच और सहायता करने न എന്താണ് സഹായത ന കർണേ വാലെ ഇൻസാനോ കോ ദേഖി അല്ലേ? ഒരാളെ സഹായിക്കാൻ പോലും താല്പര്യമില്ലാത്ത, നമ്മുടെ ആ ഫോട്ടോസ്റ്റാറ്റ് കടക്കാരനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരാളെ പോലും സഹായിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളെയാണ് കണ്ടതെങ്കിൽ ഗരീബി ദുഃഖ് കെ ബീച്ച് ബി സാധാരണ ലോകോനെ അല്ലെ, ആ പാവപ്പെട്ട ചായക്കടക്കാരൻ എന്ത് ചെയ്തു? ജീവിതത്തിൽ ധോഡാസ പ്രേം അവർ സഹായത കാ മനോഭാവാദി ബച്ചാക്കർ രഹി. അവരെന്ത് ചെയ്തു? അവിടെ ഒത്തിരി പേര് ചായ കുടിക്കാൻ വരുന്നുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചായ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നിരുന്നാൽ പോലും അയാൾ എന്ത് ചെയ്തു? അയാളെ സഹായിക്കാനായിട്ടൊരു മനസ്സ് അവർ കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ മക്കളെ? സാർ ഒന്ന് ഉയർത്തി കൊടുക്കാം. इस धरती में प्रेम के सिवा कुछ नहीं बचा सकता, इस पर अपना मत प्रकट करे. ഈ ലോകത്ത് സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണെന്ന് നോക്കിയ മക്കളെ, ധർത്തി മേ പ്രേമ താക്കത്വർ മൂല്യ ഹെ, യഹി ഇൻസാനോं के भीतर സമർപ്പൺ ലാ സക്താ ഹെ. ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സമർപ്പണം. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? Yes or no? You will feel in the classroom. Some teachers, നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച മക്കളെ, some teachers are teaching the subject. എങ്ങനെയാ? അതിൽ ഡെഡിക്കേഷൻ ഉണ്ടോ ഇല്ലയോ? What I am asking about your school or എവിടെയെങ്കിലും ആയിക്കോട്ടെ, some teachers are teaching
വിത്ത് എ ഡെഡിക്കേഷൻ ഓർ വിത്തൗട്ട് ഡെഡിക്കേഷൻ അല്ലേ? ചിലപ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും ഒരു ഡെഡിക്കേഷനും ഇല്ലാതെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി മാത്രം. എന്നാൽ ചിലവർ എങ്ങനെയായിരിക്കും? ദേ വോണ്ട് ടു ഡു സംതിങ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ഉള്ളിലുള്ള വികാരം എന്താണ്? എന്താ വികാരം? എന്താ പിള്ളേരെ ഇങ്ങനെ കാണിക്കണേ? ഇങ്ങനെയോ? എന്താ കാണിക്കണേ? സ്നേഹം അല്ലേ? പൊക്കിപ്പോയില്ലേ സാറേ? അതാണ് അല്ലേ, സ്നേഹം. അപ്പോൾ ആ സ്നേഹം ഒന്ന് ഉള്ളത് കൊണ്ടാണ് അല്ലേ, ആ സ്നേഹമാണ് അല്ലേ നമ്മളിങ്ങനെ ഒരു സിമ്പിൾ ഇടുമല്ലോ, ഹേർട്ട് സിമ്പിൾ അല്ലേ? ആ ഹേർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ ആസ് ലവ്. ഈ ലവിന് ഒറ്റ വേർഡേ ഉള്ളൂ, ഇറ്റ്സ് എ പ്രഷ്യസ് ഫീലിംഗ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ്. അപ്പൊ ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ നോക്കിയേ, ഈ ഭൂമിയിൽ മക്കളെ, ഹാവ് യു ഹേർഡ് അബൌട്ട് ആലിൻ? കേട്ടായിരുന്നോ ആലിനെ പറ്റി? ഇല്ലയോ? ദ ബേബി ആലിൻ കേട്ടായിരുന്നോ മക്കളെ? കുറച്ച് പേര് കേട്ടു. അതായത് ബേബി ആലിൻ, ഷി വാസ് പാസ്ഡ് അവേ some day before in an accident and the parent is ready to എന്താണ്, ഫോർ എക്സാമ്പിൾ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ ആയിരുന്നില്ല. ഷീ ഡൊണേറ്റ് അല്ലേ, ഹർ പേരൻസ് ആർ ഡൊണേറ്റ് ഹെർ ഓർഗൻസ് അല്ലേ, പല ഓർഗൻസും ആർക്ക് കൊടുത്തു? പല കുട്ടികൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ പല ആളുകൾക്ക് കൊടുത്തു. അവിടെ സ്നേഹം, തൻ്റെ മകളോടുള്ള സ്നേഹത്തിൽ ഓടൊപ്പം തന്നെ മകൾ കുറച്ചു കാലം കൂടി എല്ലാവരും ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്തു? തൻ്റെ മകളോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി ആ അച്ഛനും അമ്മയും എന്ത് ചെയ്തു? ദേ ഡൊണേറ്റ് ദെയർ ഓർഗൻസ്. ക്ലിയർ? 10 മാസം പ്രായം, ഏറ്റവും ചെറുപ്പം. അതായത് നമ്മുടെ PSCയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ വരെ ആയി, എന്താണ് ഏറ്റവും ചെറുപ്പക്കാരി അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡോണറാണ് ആലിൻ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ലേ. മറ്റുള്ളവർ, തൻ്റെ മകൾക്കോ ഇത് സംഭവിച്ചു, മറ്റുള്ളവർക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു കരുതൽ, അല്ലെങ്കിൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കരുതലാണ് അവിടെ കണ്ടത്. സോ അതാണ് പറയുന്നത്, സ്നേഹത്തിൽ ഈ ലോകത്തെ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് വളരെയധികം വിലയുണ്ട് അല്ലേ. സാറേ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകൂടി, സാർ ഒന്നുകൂടി നോക്കാം. ഇനി എന്താണ്? സഹി മിലാൻ കരയാണ്. कदार में खड़े व्यक्ति बहन के पास पैसा नहीं, फोटोकॉपी लेने का पैसा 20 रुपये चाहिए, चाय के दुकान वाले दुनिया से अलग दी, अस्पताल के भीतर और बाहर मुझे पैसा न मांगा था അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ നോക്കാം സാറേ. ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ ബഹൻ കെ പാസ് നഹി ദാ. അല്ല, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ ആരുടെ കയ്യിലുണ്ടായില്ല? ബഹന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെയോ, ചായക്ക് ദുക്കാൻ വാലേനെ, ചായക്കടക്കാരൻ മുझे പൈസ ന മാങ്കാതാ, എന്നോട് പൈസ ചോദിച്ചില്ല. ആസ്പത്താൽ കെ ഭീത്തർ और बाहर की दुनिया अलग दी, എന്തായിരുന്നു? വ്യത്യസ്തമായിരുന്നു. മക്കളെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമ്മളൊന്ന് ഇത് ചെയ്തേ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 67 എടുത്തേ, 67 67 വേഗാവട്ടെ. कदार में खड़े व्यक्ति को എന്തായിരുന്നു? कदार में खड़े व्यक्ति को 20 रुपये चाहिए. ഒന്നാമത്തെ 20 रुपये चाहिए കൊടുക്കുക. രണ്ടാമത്തെ എന്താ നോക്കിയേ? फोटो कॉपी लेने वाला बहन के पास नहीं दे, चाय के दुकान वाले मुझे पैसा न मांगा था, अस्पताल के भीतर और बाहर दुनिया अलग दी. എഴുതിയവർക്ക് ടാറ്റ കാണിക്കാം. ഓക്കെ, അപ്പോൾ ദിസ് വാസ് ദ തിങ്. സാർ ഉയർത്തി കൊടുക്കാം. ഇനി നോക്കിയ മക്കളെ, പൂർത്തീകരയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ദെൻ നോക്കിയേ, അത് ടെക്സ്റ്റ് ബുക്കിൽ അത് കാണാൻ പറ്റുമായിരിക്കും. സാർ ഒന്ന് ഉയർത്തി കൊടുക്കാം. നെറ്റിൻ്റെ പ്രശ്നമുണ്ടോ മക്കളെ? അപ്പോൾ ഒരു പണി ചെയ്തോ, സാർ ഒന്ന് ഉയർത്തിയിട്ടേ, 100 ഉയർത്തിക്കേ. ദാ ഈ പോയിന്റുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്കാണ് എഴുതിക്കേ. प्रेम से गरीबी खत्म अरे प्रेम से गरीबी खत्म होता है, प्रेम से लालच खत्म होता है, प्रेम से दुख खत्म होता है, प्रेम से विश्वास अंकुरित होता है, प्रेम से आत्मीयता अंकुरित होता है, प्रेम से मनुष्यता अंगीकृत होता है, प्रेम के सिवा और कुछ भी नहीं. അത് ചാപ്റ്ററിന്റെ പേരാണ് കേട്ടോ, അത് എഴുതണ്ട. ഓക്കെ ആണോ? വേണമെങ്കിൽ അതും എഴുതിക്കോ, പ്രേം കെ സിവ കുച്ച് ബി നഹി. സോ ഐ വിൽ ഗിവ് യു 2 മിനിറ്റ്, വേഗം എഴുതിക്കോ. അപ്പോൾ സെറ്റായില്ലേ? അപ്പോൾ അടുത്ത ആഴ്ച സാർ ഒന്ന് ഉയർത്തി കൊടുത്തു. ഇനി അപ്പുറത്തെ ചാപ്റ്റർ ഉണ്ടോ നോട്ടെ? ഇല്ലല്ലോ.
വ്യാകരണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് വെച്ചോ, വ്യാകരണം ഒന്ന് കാണിച്ചോളൂ. നോക്കിയേ മക്കളെ, इन वाक्यों पर ध्यान दे, चर्चा और रेखांकित वाक्यों की विशेषता पहचाने. आदमी फोन लगाने लगा, बहन रिपोर्ट लेकर जाने लगी, लोग चिल्लाने लगे, लड़कियां खेलने लगी. ഇനി മക്കളെ നോക്കിയാൽ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ഇവിടെ ഗ്രാമർ എന്ന് പറയുന്നത് ലെഗിന്റെ പ്രയോഗമാണ്. നോക്കിയേ, അപ്പൊ ഈ ലെഗ എന്നുള്ള ലെഗ, ലെഗി, ലെഗെ, ലെഗീം ഇവിടെ എഴുതി വെച്ചോ. ലെഗ ഉപയോഗിക്കുന്ന എപ്പോഴും ലെഗ ഈക്വൽ ടു മെയിൽ സിംഗുലർ എഴുതി വെച്ചോ, മെയിൽ സിംഗുലർ. അടുത്ത ലെഗി ഉപയോഗിക്കുന്ന എപ്പോഴും എവിടെയായിരിക്കും? ഫീമെയിൽ സിംഗുലർ. ലെഗെ ഉപയോഗിക്കുന്ന എപ്പോഴും എവിടെയായിരിക്കും? മെയിൽ പ്ലൂറൽ. മെയിൽ പ്ലൂറൽ. ദെൻ ലഗീം ഉപയോഗിക്കുന്ന എവിടെയായിരിക്കും നോക്കിയേ? ഫീമെയിൽ പ്ലൂറൽ. ഇനി ലെഗിന്റെ മീനിങ് എന്താണെന്ന് എഴുതി വെച്ചോ. ടു സ്റ്റാർട്ട്. ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു വെർബ് തുടങ്ങി എന്ന് കാണിക്കാനായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ലെഗ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലെഗ് എന്ന് പറയുന്നത് ഒരു വെർബ് സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഇവിടെ നോക്കിയേ, പറയുന്നുണ്ടല്ലേ, ലോക് ചില്ലാനെ ലഗെ, ആളുകൾ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗെ, റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ആത്മീ ഫോൺ ലഗാനേ ലഗ, അയാൾക്ക് ഫോൺ വരാൻ തുടങ്ങി. അപ്പൊ ആത്മീ എന്ന് പറയുന്നത് മെയിൽ സിംഗുലർ ആണ്, ബഹൻ ഫീമെയിൽ സിംഗുലർ ആണ്, ലോക പീപ്പിൾ മെയിൽ പ്ലൂറൽ ആണ്, ലഡ്കിയാം പെൺകുട്ടികൾ ഫീമെയിൽ സിംഗുലർ ആണ്. അപ്പൊ അതനുസരിച്ചാണ് അവിടെ മാറ്റങ്ങൾ വന്നത്. റെഡിയാണോ മക്കളെ? ഇനി അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി സ്ഥലം ഉയർത്തി കൊടുത്തേ. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. കൂടുതൽ നിങ്ങൾ ഇപ്പോൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉള്ളതും കൂടി ഐഡിയ പോവും. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ശ്രദ്ധിച്ചേ, നെക്സ്റ്റ് ട്യൂസ്ഡേ ഇറ്റ് ഷുഡ് ബി എക്സാം ഓഫ് ബോത്ത് ചാപ്റ്റേഴ്സ്. ഇന്നിപ്പോൾ ഞാൻ അതിൽ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ആഴ്ച 5ാമത്തെ യൂണിറ്റിൻ്റെ 2ഉം കൂടി എക്സാം ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? 5ാമത്തെ യൂണിറ്റിലെ 2 എണ്ണവും കൂടി എക്സാം ഉണ്ടാകും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? 2ഉം പഠിക്കുക, മറന്നു പോകരുത്. 2ഉം പഠിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. സോ ഡു വൺ തിങ്, മേക്ക് യുവർ അറേഞ്ച്മെന്റ്, ടെൽ യുവർ പേരൻസ് ടു. ഓക്കെ അടുത്തൊന്നിരിക്കാൻ പറയാം കേട്ടോ, വേഗം ആയിക്കോട്ടെ.